ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദീഖിനെതിരായ പോലീസ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. സിദ്ദീഖ് പരാതിക്കാരിയെ പരിചയപ്പെട്ടത് ഫേസ്ബുക്ക് വഴിയാണ്. അഭിനയിക്കാൻ അവസരം നൽകാമെന്ന വ്യാജേന ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജാമ്യം നൽകുമ്പോൾ കർശന വ്യവസ്ഥ വേണമെന്നും പോലീസ് കോടതിയിൽ. അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, ഈ കേസിന്റെ പശ്ചാത്തലം, പരാതിക്കാരിയുടെ ഈ പരാതിയിൽ അന്ന് വിവരിച്ച കാര്യങ്ങളും തുടർന്ന് പോലീസ് നടത്തിയ പ്രത്യേക സംഘത്തിന്റെ പരിശോധനകളും ഒക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് എടുത്തു പറയുന്നത്? സിദ്ദീഖിനെ സംബന്ധിച്ചോളം സുപ്രീം കോടതിയുടെ സംരക്ഷണ കവചമുള്ള സ്ഥിതിക്ക് മറ്റു നടപടികളിലേക്ക് എന്തായാലും കടക്കുക പരിമിതവുമാണ്. പ്രജീഷ്, ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് ഇന്നാണ് പോലീസ് രേഖപ്പെടുത്തിയത്. കന്റോൺമെന്റ് പോലീസിൽ ഹാജരായ സിദ്ദീഖിനെ ഇന്ന് രാവിലെയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അല്പസമയം മുമ്പ് വൈദ്യപരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ലാണ് ഹാജരാക്കിയിരിക്കുന്നത്. ആ കോടതിയിൽ പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സിദ്ദീഖിന്റെ എതിരായ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ വിശദ വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. അതാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തുവിടുന്നതും. ഈ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് സിദ്ദീഖ് ഈ പരാതിക്കാരിയെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. സിദ്ദീഖ് അങ്ങോട്ട് ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് പരിചയം സ്ഥാപിക്കുകയായിരുന്നു. അതിനുശേഷം തൻ്റെ ഒരു സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആ നിള തിയേറ്ററിൽ നടന്ന പ്രിവ്യൂയിലേക്ക് ഈ പരാതിക്കാരിയെ സിദ്ദീഖ് ക്ഷണിക്കുകയും ചെയ്തു. അതിനുശേഷം അത് 28/1/2016 ഈ സംഭവങ്ങൾ. അന്ന് ആ പ്രിവ്യൂവിന് ശേഷം പുതിയതായി തുടങ്ങാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സിദ്ദീഖ് ഈ പരാതിക്കാരിയെ താൻ താമസിക്കുന്ന മസ്കറ്റ് ഹോട്ടലിലെ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പരാതിക്കാരി അച്ഛൻ്റെ കാറിലാണ് മസ്കറ്റ് ഹോട്ടലിലേക്ക് ചെല്ലുന്നത്. അവിടെ എത്തുമ്പോൾ തൻ്റെ മകൻ അഭിനയിക്കാൻ പോകുന്ന പുതിയ സിനിമയെക്കുറിച്ച് സിദ്ദീഖ് പരാതിക്കാരിയോട് വിശദമായ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം വസ്ത്രങ്ങൾ നീക്കി പരാതിക്കാരിയുടെ സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഭിനയമോഹം, അതായത് പരാതിക്കാരിയുടെ അഭിനയമോഹം ചൂഷണം ചെയ്തുകൊണ്ടാണ് സിദ്ദീഖ് ഈ ബലാത്സംഗം ചെയ്തത് എന്നും ഈ പോലീസ് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനുശേഷം താൻ പുറത്തു പറയും എന്ന് യുവതി പറഞ്ഞപ്പോൾ സിദ്ദീഖ് പറഞ്ഞത്, എന്നെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 0 സ്ഥാനത്താണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചുവെന്നും പോലീസ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ സിദ്ദീഖിന് സുപ്രീം കോടതിയുടെ മുൻകൂർ ജാമ്യം എന്ന പരിരക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ആപ്ലിക്കേഷൻ കൂടി പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് സിദ്ദീഖ് ഇതുവരെ ഈ അന്വേഷണവുമായി പൂർണ്ണ തോതിൽ സഹകരിക്കുന്നില്ല, മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴികളാണ് നൽകുന്നത്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് എപ്പോഴൊക്കെ ഈ കേസിൽ ഗൗരവത്തോടുകൂടി ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് റിപ്പോർട്ടായി വരുമ്പോൾ, കാരണം സുപ്രീം കോടതി ജാമ്യവ്യവസ്ഥകളിന്മേൽ ഇടപെടരുത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം വെച്ചതായിട്ട് തോന്നുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ജാമ്യവ്യവസ്ഥ ഈ കോടതിക്ക് അത് നിശ്ചയിക്കാം. അങ്ങനെയെങ്കിൽ കർശന വ്യവസ്ഥകളോടുകൂടി ജാമ്യവ്യവസ്ഥകൾ പരിഗണിക്കണമെന്ന ആവശ്യം ആണല്ലോ ഇപ്പോൾ പോലീസും മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്രത്തോളം ഗൗരവം കൂടി വരുന്നുണ്ട്, കോടതി പരിഗണിക്കാനുള്ള സാധ്യതകൾ കൂടി. തീർച്ചയായിട്ടും ജാമ്യവ്യവസ്ഥകൾ ഈ കേസ് പരിഗണിക്കുന്ന കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി വിധിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ കോടതിയുടെ മുൻപാകെ പോലീസ് കർശനമായ വ്യവസ്ഥകൾ വേണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല പോലീസ് തന്നെ എത്രത്തോളം വ്യവസ്ഥകൾ വേണമെന്ന് അക്കമിട്ട് ഏതാണ്ട് 8 വ്യവസ്ഥകളാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് സിദ്ദീഖ് എപ്പോൾ ആവശ്യപ്പെട്ടാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. മാത്രമല്ല ഈ പരാതിക്കാരിയെയോ കേസിന്റെ സാക്ഷികളെയോ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത സിദ്ദീഖിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ പരാതിക്കാരെ ഇകഴ്ത്തുന്ന രീതിയിൽ എന്തെങ്കിലും പോസ്റ്റുകൾ സിദ്ദീഖിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. മറ്റൊരു കർശനമായ ഉപാധി കൂടി പോലീസ് നിർദ്ദേശിക്കുന്നത് സിദ്ദീഖിന്റെ പാസ്പോർട്ട് കോടതി സറണ്ടർ ചെയ്യണം. മാത്രമല്ല കോടതി അനുമതി ഇല്ലാതെ സിദ്ദീഖ് കേരളം വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ കൂടി വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകളൊന്നും തന്നെ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി പോലീസ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കോടതിയിലാണ് സിദ്ദീഖ് ഉള്ളത്. പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം സിദ്ദീഖിന് ഈ കേസിൽ ജാമ്യം ലഭിക്കും. പക്ഷേ ആ കോടതി അല്പസമയത്തിനകം പോലീസിന്റെ ഈ റിപ്പോർട്ട്, ഈ ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും അതിനൊപ്പം തന്നെ ജാമ്യവ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള ഒരു അഡീഷണൽ ആപ്ലിക്കേഷൻ അതുകൂടി പരിഗണിച്ചുകൊണ്ട് സിദ്ദീഖിന്റെ ജാമ്യവ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലും കോടതി അല്പസമയത്തിനകം തീരുമാനം പറയും. ഏതായാലും കർശനമായ ഉപാധികൾ വേണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. മാത്രമല്ല സിദ്ദീഖ് ഈ കേസുമായി ബന്ധപ്പെട്ട് അനന്തൻ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദീഖിനെതിരായ പോലീസിന്റെ റിപ്പോർട്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അത് കോടതിയിലേക്ക് മുന്നിൽ പോകുന്നത്.